ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇൻമ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇന്നൊരു അത്യാവശ്യം തിരക്കുള്ള ദിവസം ഗൈസ്. കാരണം സാറ്റർഡേസ് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. കാരണം സൺഡേ നാളെ സാറ്റർഡേ ലൈവ് പോകുന്ന കാര്യമുണ്ടാവില്ല. ഓക്കെ ഗൈസ്, സോറി ഗൈസ്, എനിക്ക് മിസ്റ്റേക്കൻ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ മോർണിംഗ് എണീറ്റിട്ടുണ്ട് 10-11 മണിയാണ്. 10 ഗൈസ്. ഇതുങ്ങളൊക്കെ എണീറ്റ് ഞങ്ങൾ എണീറ്റ് അപ്പോൾ ഇനി നേരെ പോണത് വളരെ ബിസിയുള്ള ലൈഫിലേക്കാണ്. റൂട്ടിലേക്കാണ് പോണത് നമ്മള്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ഷെഡ്യൂളിംഗ് ഒക്കെ ഉണ്ട്, അത് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫുഡ് എടുക്കാനുണ്ട്, പിന്നെയും ഫുഡ് എടുക്കാനുണ്ട്, പിന്നെയും ഫുഡ് എടുക്കാനുണ്ട്. രണ്ടുപേരുള്ളതുകൊണ്ട് നമ്മുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് 2 hours എന്തായാലും വേണം. 2.5 hours എന്തായാലും രണ്ടുപേർക്കും ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യും. ഈ ചാൻ സെറമോക്ക് ഫുഡ് എടുക്കുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡ് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ. കാരണം ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇത് രാത്രി വരെ ഇങ്ങനെ കിടക്കും. സൈക്കുട്ട അതെടുത്താ, സൈക്കുട്ട ആ ബെഡ്ഷീറ്റ് എടുത്താ നമുക്ക്. നല്ല ഉച്ചാന്ന് പറയാനാണ്. ചെല്ല് പോയി എടുത്തതാ, വീഡിയോ എടുക്കണം പോയി എടുത്തതാ. അനുസരണന്ന് പറഞ്ഞ സാധനം ഇങ്ങനില്ല. അമ്മ കഷ്ടപ്പെട്ട് പോയി എടുക്കുന്നുണ്ട. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ടില്ല. സാധാരണ ബെഡ് ഞാനാ കൈസ് ഒതുക്കുന്നത്. ഒരിക്കലും നടക്കാറില്ല ഗൈസ്. ഇന്ന് വീഡിയോ എടുക്കണോണ്ടാണ് ജോയ് ഇതൊക്കെ ചെയ്യണത്. മോർണിംഗ് എണീറ്റ് പോയി ചിലപ്പോൾ സമയം കിട്ടാറില്ല. കാരണം ഇത് ഏതെങ്കിലുമൊക്കെ എണീറ്റിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിങ്ങളൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് ബെഡ്ഷീറ്റ് ഒതുക്കി ബെഡൊക്കെ ക്ലീൻ ചെയ്തിടും. പക്ഷെ ഇതൊരു 10 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ തന്നെ അങ്ങനെയല്ല, വർക്കിംഗ് ടൈം അല്ല പറഞ്ഞത്. കുറച്ച് നേരം ഇതിങ്ങനെ കിടക്കുള്ളൂ എന്ന്. പിന്നെയും ഇതിങ്ങനെ കുളം. എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അടുത്ത പരിപാടി ഇത് രാത്രി എടുത്ത് മാറ്റി വെക്കും. ഇത് വീണ്ടും എടുത്ത് ഇവിടെ വലിച്ചു വരും. എന്തിനാ എണ്ണേന്ന് അവനോട് പറയണം. സാധാരണ ഇങ്ങനെയല്ല, കമത്തും എടുത്ത് കമത്തും. സൈ എടുത്ത് കമത്തിയടാ. പൊക്ക് കൊട്ടക പൊക്ക് പൊക്കടാ പൊക്ക്. ആ ഇനി ഇങ്ങനെയാണ് ഗൈസ് സാധാരണ. ആ നൈറ്റ് കുടിച്ച പാലിൻ്റെ കുട്ടിയാണ്. ഇതിന് പോയി വാഷ് ചെയ്യണം. അതെ, ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാൻ ഗൈസ്. എൻ്റെ അതായത് മോർണിംഗ് തന്നെ നൈറ്റ് തന്നെ ഞാനിതിൽ തുണി നിറച്ച് വെച്ചിട്ടുണ്ടാവും ഗൈസ്. കാരണം രാവിലെ എണീറ്റിട്ട് തുണി നിറച്ച് വെക്കാൻ എന്തായാലും സമയം ഉണ്ടാവില്ല. അത് വെച്ചതിന് ശേഷം സോപ്പൊടി മാത്രം ഇട്ടാൽ മതിയല്ലോ. പിന്നെ സ്വിച്ച് ഓൺ ആക്കി ഇറക്കിയാൽ മതി. അവിടെ കിടന്നത് അലക്കിക്കോളും. ഇനിത് എപ്പോഴാണ് വിരിക്കണത്? ഇപ്പൊ രാവിലെ ഞാൻ ഇളക്കിയിട്ടുണ്ട്. വിരിക്കണ സമയം എപ്പോഴാണ് അറിയോ? രാത്രി. ഇത് സൈക്കോട്ടിന് 3 years ആകാൻ പോണ്. സോറി 2.5 years ആയി കഴിഞ്ഞു. അപ്പൊ അവൻ ഇതുവരെയായിട്ടും ഫുഡ് നോർമൽ ഫുഡ്സ് അവൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായില്ല. കഴിക്കേ ഇല്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. എന്നാലും അവന് ഇഷ്ടപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കുറച്ച് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്തോണ്ടെന്ന് വെച്ചത് അമൃതം പൊടിയാണ്. അവൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ഞാൻ കേട്ടെടുത്തോളം മോസ്റ്റ് ഓഫ് പിള്ളേരുടെയും ഫേവറേറ്റ് ഫുഡ് അമൃതം പൊടിയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. കൊടുക്കുന്ന ആൾക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സെറമോക്ക് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ്. ഒരു തരി ഇഷ്ടമല്ല. പക്ഷേ സൈക്കോട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് സൈക്കോട്ടിന് ഫുഡ് കഴിച്ചു തുടങ്ങിയത്. അപ്പം ഇങ്ങനെ അമ്മമാരുണ്ട്, ഇങ്ങനെ ഇപ്പോഴും കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ്, അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. കുട്ടി നന്നായിട്ട് ക്ഷീണിക്കും. എന്നിട്ട് പതുക്കെ ഫുഡ് നോർമൽ ഫുഡ്സ് കൊടുത്തു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾ ഫുഡ് കഴിക്കത്തുള്ളൂ. സൈക്കോട്ട് ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലുതായിട്ടൊന്നുമില്ല, എന്നാലും അവൻ നോർമൽ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സൈക്കോട്ടിന് പൂളി കൊടുക്കാൻ പോലെയാണ് ഗൈസ്. അപ്പോൾ സെറമോക്ക് ഞങ്ങൾ പരീക്ഷിച്ച് തുടങ്ങി. അവർക്കിപ്പോൾ ഒരു 1.5 വയസ്സായല്ലേ ചെയ്യാം. പക്ഷേ സെറമോൾ ഇപ്പോഴും അതിനോട് ഓക്കെ ആയിട്ടില്ല. ചോറ് കഴിച്ച് വളരെ കുറച്ച് കഴിക്കുള്ളൂ. എന്നാലും അവള് സൈക്കോളിനെ വെച്ച് നോക്കുമ്പോൾ സെറമോൾ ഇസ് ബെറ്റർ. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്. ഇനി പറഞ്ഞ് ഞാൻ കാട് കയറും. സെറമോക്കും സൈക്കോട്ടിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. സൈക്കോട്ടൻ ഇവിടെ ഭയങ്കര കളിയാണ് ഗൈസ്. ഈ കുറച്ച് കളിപ്പാട്ടമുണ്ട്. കുറച്ച് കളിപ്പാട്ടത്തിൽ എല്ലാം സയു പൊട്ടിച്ച് നശിപ്പിച്ച് വെച്ചേക്കണാണ് ഗൈസ്. ചേരമോൾ രാവിലെ എഴുന്നിട്ട് എൻ്റെ മേത്തേറി ഇരിക്കണ ഗൈസ്. ബ്രഷും പിടിച്ചോണ്ട്
കാണണോ? കാണില്ലേ? എനിക്ക് കഴിഞ്ഞേ എന്നുവെച്ചാ പക്ഷെ ഇടയ്ക്ക് അവന്റെ സ്വഭാവം ഭയങ്കര ഡീസൻസ് സ്വഭാവം. എന്താ അനുസരണമുള്ള കുട്ടി എന്നൊക്കെ വിചാരിക്കും. പറഞ്ഞ അങ്ങനെ കൊണ്ടുപോയിക്കണം, സേറമോളെ കളിപ്പിക്കണം അങ്ങനെയൊക്കെ. പക്ഷെ ചില സമയത്ത് അവൻ വിചാരിക്കും ഞാൻ ചീത്തക്കുട്ടിയാണ്, പിന്നെ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞത് അനുസരിക്കില്ല. അതാണ് ഇപ്പോഴത്തെ സ്വഭാവം. രാവിലെ എണീറ്റിട്ട് അതാണ്, ഒന്നും കേൾക്കണില്ല. സാധാരണ എനിക്ക് ബെഡൊക്കെ അത്യാവശ്യം സെറ്റ് തരാനും തുണിയൊക്കെ മടക്കുമ്പോൾ അതൊക്കെ കൊണ്ട് തരുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ മൂടെന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ ഇതിന് വഴക്കെടുക്കണം. അതാണ് ഇനി അടുത്ത നമ്മുടെ റൂട്ടീൻ. സൈക്കുട്ട നമ്മൾ കാർട്ടൂൺ എടുത്തിട്ട് വരാം കേട്ടോ. ഇതിന് ഇഷ്ടമുള്ള കാർട്ടൂൺ നമുക്ക് വെച്ചു കൊടുക്കാം ഗൈസ്. കാണാം നമുക്ക്. ബെഡിലിരുന്ന് ഫുഡ് കൊടുക്കാറില്ല. പക്ഷെ സൈക്കുട്ടിന് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന ഫുഡ് കംപ്ലീറ്റ് കഴിക്കാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ടോയ് ഷീറ്റ് വിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുത്തും. കഴിച്ചാൽ കഴിച്ച് ഇപ്പോഴത്തെ മുകളിൽ കഴിക്കാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. എടാ ഫുഡ് കഴിക്കാനാ വിളിക്കണത്. വാ, ഭക്ഷണം കഴിക്കണ്ടേ? ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഷിലുവിന്റെ അടുത്ത് പോകും അല്ലേ? കഴിച്ചിട്ട് കുളിച്ചിട്ട് നമ്മൾ പോകാം ഡയറക്റ്റ് അല്ലേ? ഷിലു എന്ന് പറഞ്ഞ എന്റെ സിസ്റ്ററാണ്. അവന് ആകെ അവന് പറയാൻ അറിയണത് പോണ ഒരു സ്ഥലം. കണ്ണിട്ട് കൊടുക്കും. കണ്ണിട്ട് കൊടുക്കും. നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന് മഞ്ഞ ഹെൽത്ത് മിക്സ് എന്നുള്ള സംഭവം നമ്മൾ കൊടുക്കുന്നത്. പുറത്തിന് നല്ല സാധനം തോന്നണ് നമ്മൾ വിടാറായിട്ടുണ്ട്. ധാന്യങ്ങളെല്ലാം, ധാന്യങ്ങൾ മാത്രമല്ല നട്ട്സ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്. അപ്പൊ ജോ അവിടെ സൈഡ് കൊടുക്കുമ്പോഴത്തേക്കും സേറമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കും. ആ നേരം കൊണ്ട് അമ്മച്ചി എന്ത് ചെയ്യും? ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കി തരും. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു സൈക്കിള് പോലെയാണ് ഇവിടെ രാവിലെ. അതുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല കാര്യങ്ങൾ. അതുകൊണ്ട് എല്ലാ കാര്യവും നടന്നു പോണ ഗൈസ്. എല്ലാന്നാണെങ്കിൽ ഇവിടെ ഞങ്ങൾ പട്ടിണി ആയി ഗൈസ്. കാരണം അമ്മച്ചി ഇപ്പോൾ ഓടിച്ചാടി നടക്കുന്ന ഗൈസ്. അമ്മച്ചിക്ക് ഇന്നൊരു ചാടി കെട്ടേണ്ടി വരും. അമ്മച്ചി ഇന്ന് സ്പെഷ്യൽ എന്താണ്? ഇന്ന് സ്പെഷ്യൽ എന്താ? കടലാണ് സ്പെഷ്യല്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ കാണാൻ ഓൾറെഡി ഇപ്പോഴത് ലേറ്റ് ആയി. ഇപ്പൊ പിള്ളേർക്ക് കൊടുത്താലും ഞങ്ങൾക്ക് 1 മണിക്കെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ടൈം നൗ 11. സേറമോളുടെ ഫുഡിങ് പ്രൊസീജിയർ. പാല് ഒരു 7 സ്പൂൺ മഞ്ഞ പൗഡർ, പിന്നെ കുറച്ച് വെള്ളം മിക്സ് ചെയ്യും, പിന്നെ ഷുഗർ ആഡ് ചെയ്യണം. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. ഇങ്ങനെ ഒരു 3 മിനിറ്റ്സിൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം. കുറുകി കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കും. അതെ, ടൈം ഈസ് നൗ 12 o'clock ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഇതാണ്. എല്ലാവരും പറയും നിങ്ങൾക്ക് നേരത്തെ എണീറ്റൂടെ? ഞങ്ങളും ആഗ്രഹിക്കാറുള്ള കാര്യമുണ്ട് നേരത്തെ. രാത്രി ഉറക്കാറില്ല ഗൈസ്. ഇപ്പൊ പക്ഷെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഞങ്ങള് കാരണമാണ് എഴുന്നേക്കാനത്. അല്ല, മോസ്റ്റ് ഓഫ് ഡേയ്സും ലേറ്റ് ആയിട്ട് ഉറങ്ങണത്. മോർണിംഗ് എണീറ്റ്, പിന്നെ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് വൈകുന്നേരം വരെ പണി തന്നെയാണ്. ഇങ്ങനെ എണീക്കുക. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഗൈസ്. പിന്നെ ലഞ്ച് ടൈം പെർഫെക്റ്റ് ആണ്. 1:30 2 o'clock നമ്മൾ ലഞ്ച് കഴിക്കല്. ആണല്ലേ? ചിലപ്പോൾ 3 മണിയാവും ഗൈസ്. ഞാൻ മോസ്റ്റ് ഓഫ് ഞാൻ കറക്റ്റ് ടൈമിൽ കഴിക്കാണ്ട് ഒരു 2 മണിക്കുള്ളിൽ എന്തായാലും 2:30 അങ്ങനെ പ്രത്യേകിച്ച് ആകുമ്പോൾ നല്ല ഇഷ്ടമാണ്. ഇപ്പം 3 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിക്കണം. ദെൻ ഫുഡ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാൻ എന്താ? വീഡിയോ എടുക്കണം. ഈ ടൈമിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇനി എടുക്കാൻ വേണ്ടി പോണത്. സേറമോള് ഇവിടെ TV കാണിച്ചിരിക്കും. സൈക്കുട്ടനെ ഇവിടെ കാർട്ടൂൺ ഫോണിൽ കാണിക്കും. കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇരുത്തിയാൽ ഇവിടെ മാനി സീനാകും. അതാണ് രണ്ടുപേരും 2 റൂമിൽ ഇരുത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കണത്. സേറമോക്ക് പേടിയാണ് അവൻ വരുമ്പോ തന്നെ. ബേബി അല്ലേ സേറ? ജോണി eating sugar? Eating sugar? Telling lies?
Open your mouth. സെറബിക്ക് 1.5 years ആയിട്ടുള്ളൂ. സയാൻ ഇപ്പൊ ആ പാട്ട് പാടും. ജോണി. അപ്പൊ അവൻ പറയുടെ കാര്യങ്ങൾ ഓരോന്ന് അവള് നമ്മളെക്കാളും പെട്ടെന്ന് അവളെ എനിക്ക് തോന്നുന്നു ക്യാച്ച് ചെയ്യുന്നുണ്ട്. അവന്റെ ഓരോ കാര്യങ്ങൾ വേഗം. അപ്പൊ അവളിപ്പൊ അങ്ങനെ ഫുൾ പാടില്ല. നമ്മൾ ജോണി പാടുമ്പോ അതിന്റെ ബാലൻസ് ഒക്കെ പാടും. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ. സാറെ പോണേനാ പോയി സാറാ ഗൈസ്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് അമ്മിച്ച് 2 സാധനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്യാബേജ് കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്ന് വേവിക്കണമെന്നും ചോറ് ഒരു പ്രാവശ്യം കൂടെ തിളപ്പിക്കണമെന്നും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സെറമോള് കുറച്ച് ലമ്പാണെന്ന് എനിക്ക് തോന്നാനില്ല എന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അല്ലേ. സെറമോൾ മോർണിംഗ് ടു അത്ര വലിയൊരു സുഖകരമായ മോർണിംഗ് റൂട്ടീൻ അത്ര സാധാരണ അവളെ ഒറ്റയ്ക്ക് കളിച്ച് കണക്കാണ്. പക്ഷെ അവള് ഇത് കുറച്ച് മോർണിംഗ് തന്നെ ഫുഡ് കഴിച്ചതൊക്കെ വൊമിറ്റ് ചെയ്ത് കളഞ്ഞ് പോവാന്നാ പറയണ അങ്ങോട്ട്. ഇവിടെ നിൽക്കട്ടെ. ഓക്കെ ഗുഡ് ബേബിയാണല്ലോ സാറാ. സാറ പോയി കളിക്ക്. വീഡിയോ ദേഷ്യം നന്നായിട്ടായിരുന്നിട്ടുണ്ട് അമ്മച്ചി. What are you doing? ജോണി അറിയാൻ പാകത്തൊരു പണിയാണ് ഗൈസ് ചെയ്യുന്നത്. അതായത് കഞ്ഞി വാർത്തത് ജോ 2 നിട്ടം ചെയ്തിട്ട് മേത്തല്ല കയ്യിലൊക്കെ എനിക്ക് ഇപ്പോഴും പേടിയാണ് ഗൈസ്. മമ്മി ആകെ ചോദിക്കണ ഒരു കാര്യമാണ്, മോൻ വാർക്കണ്ടിട്ട് മോന് പറ്റൂല അങ്ങനെ മമ്മി എപ്പോഴും പറയണ. എന്റെ അടുത്ത് ആകെ പറയണ കാര്യം ഇതായിരുന്നു മമ്മി. എനിക്ക് അതാണ് ഈ സാധനം ചെയ്യാൻ നേരത്തെ മമ്മീനെ മിസ് ചെയ്യും ഗൈസ്. ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഞാൻ കല്യാണം ശേഷം ചെയ്യണത്. ചെയ്യണം ആക്ച്വലി ചേനാണ് മോസ്റ്റ് ഓഫ് ടൈം ഇവിടെ കഞ്ഞി വാർക്കുന്നത്. ചേനുള്ള സമയത്തൊക്കെ കേട്ടോ ഗൈസ്. ചേൻ ഒരു നല്ലൊരു ഹസ്ബൻഡാണ്, നല്ലൊരു മകനാണ്. എല്ലാം പറയണൊന്നും നോ പറയാറില്ല. ഇസൻ എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഇച്ചേന്റെ മൂഡ് പക്ഷെ ഓക്കെ അല്ലെങ്കിൽ ഇച്ചേനെ ഒന്നും ചെയ്യില്ല ഗൈസ്. ഇച്ചേനെ ദേഷ്യമായിരിക്കും. അപ്പൊ ഇവിടെ കഞ്ഞി ആയിട്ടുണ്ട്, ക്യാബേജ് ആയിട്ടുണ്ട്. ഇനി ഉച്ചയാകുമ്പോൾ മീൻ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചിനുള്ള എല്ലാം അമ്മച്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അമ്മച്ചിക്ക് ഉച്ച ഒരു 12 o'clock ആകുമ്പോൾ തന്നെ എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ടാവണം. പ്രഷർ കയറും ഗൈസ്. അമ്മച്ചിക്ക് അത് എന്നോട് പറഞ്ഞു മതി. അമ്മച്ചി തന്നെയാണ് ഇപ്പൊ എല്ലാം എനിക്ക് എന്റെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞാനാണ് ഗൈസ് ചെയ്യണത്. കണ്ട പാലെന്ന് പറഞ്ഞ സേരയുടെ ഫേവറേറ്റ് ആണ്. സ്റ്റിൽ സേര ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ടില്ല ഗൈസ്. പാല് എന്നും സേരയുടെ വീക്ക്നെസ് പാലാണ് ഗൈസ്. അതാണ് അവളെന്നെ അടിക്കാതെ, അല്ലെങ്കിൽ അവൾ അടിച്ചേനെ ഗൈസ്. അപ്പം ഞാൻ സേരമോക്ക് പാലും എടുത്തിട്ട് ചിലപ്പോൾ സേരമോൾ ഇപ്പോൾ ഉറങ്ങും. നല്ലൊരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ടാവുക. ഇതുങ്ങളുടെ ചോറ് കഴിഞ്ഞു. സൈനും ഫുഡ് കഴിച്ചില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേ ഗൈസ്. സഹിക്കാൻ പറ്റുള്ള സമയം 2:30 ഗൈസ്. രാവിലെ പറഞ്ഞ പോലെ തന്നെ ക്യാബേജ്, കടല, ചോറ്, മീൻ വറുത്തത്. ചോറ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ജിമ്മിൽ പോണേ ഗൈസ്. 2 പേരും കിടന്ന് ഉറങ്ങണേണ്. ഈ സമയത്താണ് നമ്മൾ ജിമ്മിൽ പോണ ഗൈസ്. ഞങ്ങൾ 2 പേരും പോയി തുടങ്ങി ഗൈസ്. പിള്ളേരോട് ഒരു 24 hours ഇരുന്നിട്ട് എനിക്ക്
എനിക്കിപ്പോൾ പോയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ജിമ്മിൽ. നേരത്തെ എന്ന് വെച്ചാൽ ഫുൾ ടൈം കറങ്ങി നടക്കണ കാരണം അത് ചുമ്മാ പോകുമ്പോൾ അത് മടി വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വീട്ടിലിരിക്കണോണ്ടാണെന്ന് അറിയുമ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പോകാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും എനിക്ക് നേരത്തെ എന്ന് വെച്ചാൽ എപ്പോഴും മടിച്ച് നമ്മൾ ടി വി കണ്ടിരിക്കുക, മൂവിക്ക് പോയി നടക്കുക, ഫുൾ ടൈം ഇരുന്നിട്ടുള്ള കളിക്കും എന്ന് വെച്ചാൽ മോർണിംഗ് എണീക്ക് വന്നിട്ട് ഇതുങ്ങളുടെ പുറകെ നടക്കുക, എൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അതുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പം അങ്ങനെ ആയതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല എനിക്ക് ചെയ്യുമ്പോൾ ഒരു എനർജി ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മടി വരണില്ല. മെയിൻ റീസൺ ഇങ്ങനെ സെറ്റ് ആവാനൊന്നല്ല പോണത്, ബോഡിയൊക്കെ സെറ്റ് ആവാൻ മാത്രമൊന്നുമല്ല പോണത്. എൻ്റെ നടുവേദന എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം വന്ന നടുവേദന എനിക്ക് അൺസഹിക്കബിൾ നടുവേദന ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് അത്രയും പെയിൻ വേണ്ട കേസ്. അപ്പോഴേ ഞാൻ എന്തായാലും ഉറപ്പിച്ച ഞാൻ എപ്പോഴും എന്നോട് പറയും വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ടാണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ. കാരണം ആദ്യമൊന്നും പറയുമ്പോൾ അതിനോട് എനിക്ക് വലിയ യോജിപ്പുണ്ടായില്ല. എന്താണ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ മാറുള്ളൂ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നടുവേദന. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഈ നടുവേദന കൂടപ്പറപ്പായിരിക്കും ഡെലിവറി കഴിഞ്ഞ ആളുകളുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിൻ ആയിരിക്കും എന്ന് പറയും. പിന്നെ കുറേ ആൾക്കാർ പൊതുവെ പറയുന്നൊരു ധാരണ ആയുർവേദിക് ആയിട്ടുള്ള മരുന്നുകൾ കഴിച്ചാലും വേഗം മാറും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. ഡെഫിനറ്റ്ലി എക്സസൈസ്. കാരണം ഞാനൊരു ഈ ലാസ്റ്റ് ടൈം എനിക്ക് നടുവേദന വന്നു പോകുമ്പോൾ ഞാനൊരു 1 വീക്ക് ചെറുതായിട്ടൊക്കെ ചെയ്യാൻ എൻ്റെ വീട്ടിൽ വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു 1-2 മന്ത്സോളം എനിക്ക് നോർമലായിട്ട് വന്ന പെയിൻ പോലും വരണ്ടായില്ല. പിന്നെ എനിക്ക് ഓരോ വർക്കൗട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ വേദന ഭയങ്കരമായിട്ട് വന്നു. പെട്ടെന്നൊരു സഡനായിട്ട് വന്ന പെയിനാണ്. പിന്നെ എനിക്ക് 4-5 ദിവസത്തേക്ക് എനിക്ക് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാൻ പാടില്ല, ഇങ്ങനെ കാല് പോലും കുത്താൻ പറ്റണ്ടായില്ല. ഒന്നും എനിക്ക് നോക്കാൻ പോലും പറ്റണുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് സാധാരണ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് നൈറ്റ് ആകുമ്പോഴെങ്കിലും എനിക്ക് പെയിൻ ഉണ്ടാവും. പക്ഷെ ഒരു 3 ഡേയ്സ് ആവണുള്ളൂ എനിക്ക് നല്ല റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് മെയിൻ റീസൺ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോണത്, ജിമ്മിൽ പോകണമെന്ന് തീരുമാനിച്ചത് ഇങ്ങനെ ഈ ബാക്ക് പെയിൻ എനിക്ക് പെർമനൻ്റ് ആയിട്ട് ഇതിനൊരു സൊല്യൂഷൻ വേണം. കാരണം 29 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഇപ്പോഴേ നമുക്ക് നടുവേദന എന്ന് പറയുന്നത് 40-50 ഇയേഴ്സ് ആകുമ്പോഴേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ മമ്മിയൊക്കെ തന്നെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നടുവേദനയാണ്, ഒട്ടും പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് എന്തായാലും എനർജറ്റിക്കായിട്ട് ഓടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെയാണ് ജിമ്മിൽ പോണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പെയിനുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ടൈമുണ്ട്, വീട്ടിലൊന്നും പ്രോബ്ലം ഇല്ല എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ. നമ്മൾ നോക്കുന്നത് പോലെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ സെൽഫ് കെയർ ചെയ്യണ പോലെ ആരും ഉണ്ടാവില്ല. നമുക്ക് വേദന ഒന്നും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. പിള്ളേരൊക്കെ ഒരു ടൈം കഴിയാൻ നേരത്ത് എന്തായാലും അവരവരുടെ എന്താ പറയുക ലൈഫ് എൻജോയ് ചെയ്യും. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് അവിടെ പോകാൻ പാടില്ലേ, നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ആ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ഉണ്ടാവില്ല. സോ എല്ലാവരും അവരുടെ കാര്യങ്ങൾ സെൽഫായിട്ട് കെയർ ചെയ്യുക. എസ്പെഷ്യലി ഓൺ മദേഴ്സ്. ഫുൾ നമ്മൾ മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യരുത്. നമ്മുടെ ഒരു 50% നമ്മൾ 50% അവർക്കും ചെയ്യുക. മക്കളെ നോക്കാതിരിക്കരുത്. മക്കളെ മാത്രമല്ല എല്ലാവരും നോക്കുമ്പോൾ സെൽഫായിട്ട് കെയർ ചെയ്യാം. ചായ. അപ്പോൾ നമ്മൾ നാളെ ഞാൻ കല്യാണത്തിന് പോണ കാര്യം പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് പോകാൻ വേണ്ടി നമുക്ക് കുറച്ച് പുതിയ ഷോപ്പിങ്ങിന് റെസ്റ്റോറൻറ്റിൽ വന്നേക്കണേണ്. ഒരു പ്ലാനും ഇല്ലാണ്ട് ഇച്ചായനെ ഞാൻ ഈ വഴിക്ക് എത്തിച്ചു, അങ്ങനെ വേണം പറയാൻ. ഞങ്ങൾ ഓർഡർ ചെയ്തത് കുഴിമന്തിയാണ്. ആസ് യൂഷ്വൽ കുഴിമന്തിയാണ്. ബിക്കോസ് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് സൈക്കൂട്ടൻ കഴിക്കത്തില്ല. അപ്പോൾ സൈക്കൂട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇച്ചായന് പൊറോട്ട വേണമെന്ന് പറഞ്ഞു, പക്ഷേ ഇച്ചായനും പിള്ളേർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് കുഴിമന്തിയാണ് യൂസ് ചെയ്യുന്നത്. To the city streets we began to feel the fire. നമ്മൾ പോയിട്ട് അത് ടയർഡായി കഴിച്ചപ്പോൾ ടൈം ഓൾമോസ്റ്റ് 2 പേരെ ഉറക്കി കഴിഞ്ഞപ്പോൾ 12 കഴിഞ്ഞല്ലേ, 12 കാലായി ഗൈസ്. ഇപ്പോൾ നമ്മൾ രാത്രി പാല് കുടിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ പാല് കുടിക്കുന്ന ഒരു ശീലമുണ്ട് ഗൈസ്. പാലും ഞാൻ ബിസ്ക്കറ്റൊക്കെ തിന്ന് രാത്രി ലേറ്റ് നൈറ്റ് ഡിന്നറിന് വേണ്ടി അങ്ങനെ നമ്മുടെ ഈ ഒരു ഡേ കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ദിവസം ഇങ്ങനെയൊക്കെയാണ് പോണത്.
വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഗുഡ് നൈറ്റ്.